ഈ വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ കൊയ്ത് കഴിഞ്ഞാൽ പൂരമായി. പൂരത്തിന്റെ തുടക്കം ഫെബ്രുവരി മാസം 25-ാം തീയതി പാവക്കൂത്ത് നേർക്കും. അത് കഴിഞ്ഞ് കൂട്ടഴി എഴുതി കഴിഞ്ഞാൽ 7-ാം മീനമാസത്തിൽ മകീരനാളിൽ കോറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അന്നും നല്ല ജനങ്ങളോട് കൂടിയിട്ടുള്ള വാദ്യാഘോഷങ്ങളോട് കൂടിയിട്ടുള്ള പരിപാടികളാണ് ഈ 7 ദിവസം. പാടം കൊയ്ത് കഴിഞ്ഞാൽ തുടങ്ങി മാത്രം കൊയ്യേണ്ടതുള്ളൂ. പാടത്തിൽ ഫുൾ വെള്ളമാണ്, അതുകൊണ്ട് കൊയ്യാൻ പറ്റാത്ത ലെവലിൽ നിൽക്കുകയാണ്. കൊയ്ത് കഴിഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ. പാടത്താണ് പാടത്തിന്റെ സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വൈകുന്നേരം ഇവിടെ വൈകിട്ട് 7 മണിക്ക് SNDP-ക്കാരുടെ മരുന്ന് പണി. അപ്പോൾ കഴിഞ്ഞ ചുങ്കത്ത് ഉച്ചയുടെ ഫസ്റ്റ് വാർഡുകാരും സെക്കൻഡ് കഴിഞ്ഞ് 3-ാമത് കാവശ്ശേരി. അപ്പോൾ ഓക്കെ. അപ്പോൾ ചേട്ടാ നമ്മുടെ ചാനലിൽ ഹായ് പറഞ്ഞോളൂ. അപ്പോൾ നീ ആ കഴിഞ്ഞ ഈട് നടത്തുന്ന അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പോൾ ഓക്കെ. അപ്പോൾ ശരി കേട്ടോ. ശരി. എന്താ ചേട്ടൻ്റെ പേര് പറഞ്ഞത്? എൻ്റെ പേര് ആനന്ദകൃഷ്ണൻ. അപ്പോൾ ഓക്കെ. ഇതവിടെ ആലഞ്ചോട് കണ്ട കൊറേ പേര് ഇത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് കണ്ട കൊയ്ത് കഴിഞ്ഞ് നെല്ലൊക്കെ ഇതായിണ്ട് കണ്ട. ഇതാണ് ആലഞ്ചോട് അല്ലേ? എന്താ നമ്മുടെ പേരെന്താ പേര്? ശബരിനാഥ്. എന്ത് പറ്റി കാല്? ആക്സിഡന്റ് ആയിരുന്നു അല്ലേ? എന്താ വീണതാണോ അല്ലേ? അപ്പോൾ പൂരാമ്പയ്ക്കും ക്ലിയർ ആകുമെന്ന് വിചാരിക്കുക അല്ലേ? അതെ, ക്ലിയർ ആകട്ടെ. എല്ലാം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശരി, എല്ലാം അനുഗ്രഹിക്കട്ടെ. പൂരമൊക്കെ ഒന്ന് ഉഷാറായൊരു പൂരം കാണാനുള്ള ലെവലിൽ വരട്ടെ അല്ലേ? ഓ നേരത്തെ വരാം കേട്ടോ. അപ്പോൾ ശരി മച്ചാൻ പോലെ ഇതേപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് സന്തോഷം വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, ഈ വീഡിയോ കഴിയുന്നില്ല, ഇതിന് പാർട്ട് 2 ായിട്ട് വരും. ഇനി ഉച്ചയിട്ട് നടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണണ്ടേ? അപ്പോഴല്ലേ പൊരി. അപ്പോൾ ഓക്കെ. ഹലോ ഏടന്മാരെ, ഇപ്പോൾ നമ്മൾ കാവശ്ശേരി പൂരം നടക്കുന്ന ഉച്ചയുടെ നടക്കുന്ന അവിടെ നിൽക്കുന്നത് നമ്മുടെ ചന്ദ്രേട്ടനെ കണ്ടിട്ടുണ്ട്. ചന്ദ്രേട്ട ഇവിടെ ഉച്ചയുടെ നടക്കുന്നത് ഇപ്പുറത്തല്ലേ? ഫസ്റ്റ് അവിടെ അല്ല ഇവിടെയല്ലേ ഫസ്റ്റ് പറഞ്ഞു? അവിടെ രണ്ടാമത് ഇവിടെ മൂന്നാമത്തെ അവിടെ. അത് ഞാൻ പൂരപ്പറമ്പിൽ അവിടെ പോയി നോക്കി. അപ്പോൾ ഉച്ചയുടെ നടക്കുന്നത് ഇവിടെയാണ് അല്ലേ? അപ്പോൾ ശരി, ചന്ദ്രേട്ടൻ പുല്ലരിയാൻ വന്നതാണ് അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ് കൊഴുത്ത് കഴിഞ്ഞാൽ പൂരമായി മാർച്ച് 31 അല്ലേ? അപ്പോൾ ശരി, പുല്ല് പിടിക്കണോ? ഞാൻ പിടിക്കാം. പിടിച്ചോ. ഓക്കെ അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതേപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഉച്ചയുടെ നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ കാവശ്ശേരി പൂരത്തിന് ഉച്ചയുടെ നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. വേണ്ട വെടിക്കെട്ട് ഉച്ചയ്ക്ക് ഇവിടെ ആയിരിക്കും. വേണ്ട കൊഴുത് കഴിഞ്ഞാൽ വെടിക്കെട്ട് തന്നെ.